കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ട് കെ.എസ്.ആർ.ടി.സി. വിമാനയാത്രയ്ക്ക് സമാനമായ ആഡംബരവും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ബിസിനസ് ക്ലാസ് വോൾവോ ബസ്സുകൾ സർവീസിനായി സജ്ജമായി കഴിഞ്ഞു. സംസ്ഥാന ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് സ്റ്റിയറിംഗ് കയ്യിലെടുത്ത് വാഹനം ഓടിച്ചുകൊണ്ടാണ് ഈ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യയും യാത്രക്കാരുടെ സൗകര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ സർവീസ് ദീർഘദൂര യാത്രക്കാരുടെ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. യാത്രക്കാരെ വിസ്മയിപ്പിക്കാൻ വോൾവോ കരുത്ത് കാണിക്കുകയാണ്. വോൾവോയുടെ ഏറ്റവും പുതിയ മോഡൽ ബസ്സുകളാണ് ബിസിനസ് ക്ലാസിനായി കെ.എസ്.ആർ.ടി.സി. നിരത്തിലിറക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണ ബസ് യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘനേരം യാത്ര ചെയ്താലും ഒട്ടും ക്ഷീണം അനുഭവപ്പെടാത്ത തരത്തിലാണ് ഇതിന്റെ ഉൾവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബസ്സിലെ സീറ്റുകൾ തന്നെയാണ് ഇതിലെ പ്രധാന ആകർഷണം. ഡബിൾ ലെയർ ലെതർ കൊണ്ട് നിർമ്മിച്ച സീറ്റുകൾ യാത്രക്കാർക്ക് പ്രത്യേക സുഖം നൽകുന്നു. ദീർഘനേരം ചാരിയിരുന്നാലും പുറംവേദന ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, കാലാവസ്ഥയ്ക്ക് അനുസൃതമായി സീറ്റുകൾക്ക് ചൂട് കൂടില്ല എന്നതും പ്രത്യേകതയാണ്. യാത്രക്കാർക്ക് പൂർണ്ണമായും പിന്നിലേക്ക് ചാഞ്ഞു കിടന്നുറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് ഓരോ സീറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. വിമാനത്തിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾക്ക് സമാനമായ ഈ സംവിധാനം ദീർഘദൂര യാത്രക്കാരെ വലിയ രീതിയിൽ സഹായിക്കും. ഇവിടെ വിനോദവും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്നു. യാത്രക്കിടയിലെ വിരസത ഒഴിവാക്കാൻ അത്യാധുനിക സംവിധാനങ്ങളാണ് ബസ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഓരോ സീറ്റിന് പിന്നിലും ഓരോ സ്മാർട്ട് ടിവികൾ വീതം സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് അവരുടെ മൊബൈൽ ഫോണിലെ ഹോട്ട്സ്പോട്ടുമായി ഈ സ്ക്രീനുകളെ ബന്ധിപ്പിക്കാം. ഇഷ്ടപ്പെട്ട സിനിമകളോ വാർത്തകളോ പ്രോഗ്രാമുകളോ യാത്രയിലുടനീളം ആസ്വദിക്കാൻ സാധിക്കും. ശുചിത്വം മുൻനിർത്തി എല്ലാവർക്കും പൊതുവായി ഹെഡ്ഫോണുകൾ നൽകുന്നതിന് പകരം യാത്രക്കാർക്ക് അവരുടെ സ്വന്തം ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾ ടിവിയുമായി കണക്ട് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. യാത്രക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ശുചിമുറി പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായാണ് ബിസിനസ് ക്ലാസ് എത്തുന്നത്. ബസ്സിനുള്ളിൽ തന്നെ അത്യാധുനിക ബയോ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ ശുചിമുറി ആവശ്യങ്ങൾക്കായി പെട്രോൾ പമ്പുകളിലോ വഴിയോരത്തെ ഹോട്ടലുകളിലോ ബസ് നിർത്തേണ്ടി വരില്ല. ഇത് യാത്രക്കാരുടെ സമയം ലാഭിക്കുന്നതിനൊപ്പം യാത്രയ്ക്ക് സുരക്ഷിതത്വവും നൽകുന്നു. ഭക്ഷണകാര്യത്തിലും ബിസിനസ് ക്ലാസ് പിന്നിലല്ല. ബസ്സിനുള്ളിൽ തന്നെ ഒരു ചെറിയ പാൻട്രിയും ലഘുഭക്ഷണശാലയും സജ്ജമാക്കിയിട്ടുണ്ട്. ചായ, കോഫി, മിൽമ ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം തുടങ്ങിയവ ഇവിടെ ലഭ്യമാകും. ഇതിനായി വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത മെഷീനുകളും ഫ്രീസറുകളും ബസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പാൻട്രിക്ക് കൂടുതൽ സ്ഥലം ലഭ്യമാക്കുന്നതിനായി സീറ്റുകളുടെ എണ്ണം 36 കുറച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ബസ് കൊല്ലം, ആലപ്പുഴ ബൈപ്പാസുകൾ വഴി കൊച്ചിയിലേക്ക് കുതിക്കും. 36 സീറ്റുകളും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ബുക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ വഴിമധ്യേ ഒരിടത്തും നിർത്താതെ നോൺ സ്റ്റോപ്പായി സർവീസ് നടത്തും. നിലവിൽ ദേശീയപാത വികസനം പുരോഗമിക്കുന്നതിനാൽ പണികൾ പൂർത്തിയാകുന്നതോടെ 3.5 മുതൽ 4 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്താൻ സാധിക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്.